സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ബാക്ക് എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ആ ബാക്കിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്ത് വരുമ്പോൾ ടേർട്ടിൽ പൊസിഷൻ വരുന്നു, ഓപ്പണിംഗ് റൗണ്ട് ചെയ്ത് നമ്മൾ ബാക്ക് എടുക്കുന്നു. അപ്പോൾ ഈ ബാക്ക് എടുക്കുന്നവരിന്ന് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഷൂട്ട് സ്ക്രോൾ ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ ജംഷി ഈസി ആയിട്ട് ബാക്ക് എടുക്കുന്നു. അല്ല, ജംഷിക്ക് ബാക്ക് കിട്ടും. പിന്നെ ഞാൻ ബാക്ക് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ആ ബാക്ക് കൊടുക്കാതിരിക്കാൻ വാട്ട് ടു ഡു? ഷൂട്ട് സ്ക്രോൾ. എൻ്റെ ഈ കൈ എനിക്ക് മിസ്സായി, ഞാനിത് വിടുന്നില്ല. ഓക്കെ, ഞാൻ ജംഷിയുടെ കൂടെ ടേൺ ചെയ്യുന്നു, ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ, അതുവരെ ഞാൻ ടേൺ ചെയ്യുന്നു. ഓക്കെ, ഈ രണ്ട് കൈ ഞാൻ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പൊസിഷൻ സെക്യൂർ ചെയ്യുന്നു. ഇതിനെ എൻ്റെ തല ഞാൻ ഇപ്പുറത്തെ സൈഡിലെ തല ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവരുന്നു, ട്വിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഇവൻ്റെ റൈറ്റിലേക്കാണുള്ളത്. അപ്പോൾ നേരെ ക്രോസ് എൻ്റെ റൈറ്റിലേക്ക് ഞാൻ ഇവൻ്റെ റൈറ്റ് ലെഗിൻ്റെ അടുത്തേക്ക്, കാരണം ഇവനെ എനിക്ക് ഇങ്ങോട്ട് വലിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഇവൻ ഹെവിയാണ്. പക്ഷേ എൻ്റെ കാലം അങ്ങോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടില്ല. എൻ്റെ റൈറ്റ് ലെഗിന് വേണ്ടി റൈറ്റ് ലെഗിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഞാൻ മുകളിലേക്ക് നോക്കുന്നു, ഈ മുട്ടുകാലിനെ എടുത്തിട്ട് ഞാൻ ഇവിടെ പോയിന്റ് ചെയ്യുന്നു, ബാക്കോട്ട് ആർച്ച് ചെയ്യുന്നു. ഓക്കെ, ഞങ്ങളുടെ സൈഡ് കൺട്രോളിലേക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു.